ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ പോലെ ലേശം വൈകിട്ടുണ്ട് നോമ്പുറന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ. അല്ല നമ്മളോ ഭയങ്കര ക്ഷീണം. ഇപ്പൊ കുറച്ച് കിടന്ന് നൗഫലിന്റെ ഇനാഗ്രേഷന് വേണ്ടി അവിടെ പോയിരുന്നു. വണ്ടിമേ യാത്ര ചെയ്യാനേ പറ്റണില്ല നോമ്പിന്. ഭയങ്കര ക്ഷീണം രാത്രി പോവും ആദ്യമൊക്കെ അല്ലേ. അപ്പോ എന്താ വെച്ചാല് ഭയങ്കര ക്ഷീണൊക്കെ അതിന് ഉണ്ടാക്കാനൊക്കെ വൈകി. അപ്പൊ ഇന്ന് പിന്നെയും കിടന്നു. ലാസ്റ്റ് വിളിച്ച് നീച്ചതാണ് അല്ലേ. അതെ, അപ്പോ നോമ്പ് 18 ഇപ്പൊ ഇന്നൊക്കെ ഉള്ളി കരിണ്ട്. അപ്പൊ നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മുത്തുമണികളല്ലേ? അപ്പൊ നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾ കമന്റിലൂടെ അല്ലാതെ നിങ്ങൾ അറിയിക്കും. ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് സുഖമാണ്, നിങ്ങൾക്ക് അതുപോലെ തന്നെ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവില്ല, എന്നാലും നമുക്ക് അൽഹംദുലില്ലാഹ് സുഖം തന്നെ അല്ലേ. നല്ല സുഖമാണ്. അതെ, നമുക്ക് അസുഖങ്ങളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തരാതിരിക്കട്ടെ. അത് മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് തരണം ചെയ്ത് പോവാം. അതിന് അള്ളാഹു ആക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ നോമ്പുതുറന്റെ വിശേഷങ്ങൾ തന്നെയാണ്. മോന് കുറെ ദിവസത്തേക്കുണ്ട് എനിക്ക് മഞ്ഞവത്തക്കമാണെന്ന് പറച്ചിൽ തുടങ്ങിയിട്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ റീലുണ്ട്, ഈ പാടത്തൊക്കെ വത്തൊക്കെ ഇറക്കണം, അതില് മഞ്ഞ കണ്ടു തുടങ്ങി. മഞ്ഞ നമുക്ക് വാങ്ങണം എന്നും പറയും. 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് സത്യത്തിൽ ഒരു പ്രാവശ്യം ഞാൻ മറന്നിട്ടാ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ച് മഞ്ഞവത്തൊക്കെ എന്താ. ഞാൻ പറഞ്ഞു ഞാനടാ അവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പം എന്നോട് ഞാൻ ബസ്സിൽ സ്കൂളിട്ട് വരുമ്പോൾ അവിടെ ഇരിക്കണേ ഞാൻ കണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് ഇതാണ് കർമ്മത്തിയാണ്. ഞങ്ങളുടെ നാട്ടിൽ കർമ്മത്തി എന്ന് പറയും, മലപ്പുറത്ത് മഞ്ഞ കർമ്മത്തിയാണ് വരുന്നത്. ഏതായാലും ഇന്ന് ഞാൻ 2 കൽപ്പിച്ച് ഞാൻ പോയി. ഇന്ന് മഞ്ഞവത്തൊക്കെ ഉള്ളോടത്ത് പോയി വാങ്ങണം എന്ന് എനിക്കും ഭാഷയായി. ദോശ ചുട്ടിട്ട് ഞാനാണ് ഭയങ്കര തിരക്ക്. അപ്പൊ ഞാൻ ദോശ ഇട്ട് കൊടുക്കും. ദോശയും ബീഫ് ഫ്രൈ ആണ് ദോശ ഭയങ്കര ടെൻഷന്. ദോശ എനിക്കില്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടമാണ് നമ്മളെ നെയ്സ്പത്രി, ഇറച്ചി, ചിക്കൻ കറി, വറുത്ത ചിക്കൻ കറി അല്ലെ, അങ്ങനെയുള്ളതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ ദോശ അങ്ങനെ നിസ്സാറാക്കണ്ട കേട്ടോ, ദോശ നമുക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ പത്തിരിയൊക്കെ നമ്മൾ അധികം ഈ നോമ്പ് സീസണിൽ അതെ. അപ്പൊ ഇന്നിപ്പോ നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞില്ല ബീഫ് ഫ്രൈ, അതുപോലെ ദോശ, പിന്നെ കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. അവർക്ക് കുറെ ദിവസമായി നമ്മൾ അങ്ങനത്തെ ഒന്നും വാങ്ങലില്ല. കുട്ടികളെല്ലാം ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഒരു 10 കട്ട്ലേറ്റ്, ബീഫ് വരട്ടിയത്, ദോശ, ചിക്കൻ കട്ട്ലേറ്റ്. ഇതില്ലാത്ത ആൾക്കാരുണ്ടാവും, ഇതിൽ കൂടുതലുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും നല്ലത് നമ്മൾ ഈ പൊരിക്കടി കുട്ടികൾക്ക് കൊടുത്ത് നമ്മളെ തിന്നും ചെയ്യും. അവരും നിൽക്കൂല, കയ്യും തൊള്ളിയാൻ വരൂല. അപ്പൊ എന്ത് ചെയ്യാ, അത് കൊണ്ടുവരാ. എന്നാ പിന്നെ ആർക്കും തിന്നണ്ടാവും. നോമ്പറിനകത്ത് നമ്മൾ ഈ പൊരിക്കടി അല്ലെങ്കിൽ നമ്മളെ പള്ളിയിൽ ആശ്രയിച്ചാണ് പകല് മീനോ. അതിൻ്റെ നമ്മൾ പിന്നെ ഇതാണ് കൊടുക്കണത്. കൊടുക്കാൻ ഞാൻ അവരെ പൂതിക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ ഇന്നേ വരെ വാങ്ങിയിട്ടില്ല ആ കട്ട്ലേറ്റ് ഒന്നും. അപ്പൊ ഇന്ന് കുട്ടികൾക്ക് ആഗ്രഹം, ഓൾക്ക് നമ്മളെ അവസ്ഥയിലല്ല, നമ്മൾ അസുഖമാണ്, സുഖമില്ല. കുട്ടികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞങ്ങൾക്ക് കിട്ടിയില്ലോന്ന്. അപ്പൊ ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അവർക്ക് മോനോനൊക്കെ നല്ല ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയായാലും ഓൾക്ക് അവരെ ആഗ്രഹങ്ങളും കൂടി നമ്മൾ വെക്കണമാതിരി സഹായിച്ചു കൊടുക്കണമല്ലോ, അങ്ങനല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചായ, പിന്നെ വേറെന്താ ജ്യൂസ് നമ്മളെ ഓറഞ്ചില്ലേ, മേൻഡ്രീൻ്റെ പേര് ജ്യൂസ് എടുക്കണ ഓറഞ്ച്. അതെ, അങ്ങനെ നമ്മൾ ജ്യൂസ് അടിക്കണ ഓറഞ്ച് എന്നാ എല്ലാവർക്കും മനസ്സിലാവും. അത് വാങ്ങിയിട്ടുണ്ട്. അതെ, അതിൻ്റെ ചില ഓറഞ്ച് എന്ന് പറയുമ്പോ ഏത് ഓറഞ്ച് എന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ നമ്മൾ പറയുമ്പോ, അതിനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ പിന്നെ ഇന്നത്തെ കാലത്ത് തന്നാല് ആളുകൾക്കൊക്കെ അതെ, ഇംഗ്ലീഷ് ആ വലിയ കമ്പനിയുണ്ട്. അതായത് ഞാൻ 10 വർഷം ഒമാന് സുൽത്താൻ ഖാബൂസ് അതെ മസ്കറ്റ് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സിറ്റി കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ക്ലീനറായിട്ടാണ് പോയിരുന്നത്. അതായത് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള പാത്രം കഴുകാനും ടേബിൾ തുറക്കണൊക്കെ ക്ലീനിങ് ആയിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് മുമ്പേ പൊറാട്ടൻ്റെ പണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒമാനിൽ പോയിട്ട് നേരെ ആ പണി അവിടെ പയറ്റി നോക്കി. ജസ്റ്റ് 1-2 ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആളുകൾക്ക് ഭയങ്കര ആഗ്രഹം, അങ്ങനെ ഇഷ്ടപ്പെട്ടു. മാനേജർക്കും സൂപ്പർവൈസർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇവർക്ക് ചെറിയ പ്രൊമോഷൻ കൊടുത്താൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷെ അവിടെ പൊറാട്ടയ്ക്ക് വലിയ സ്കോപ്പ് ഒന്നുമില്ല, കാരണം അറബിക് ഫുഡാണ് കൂടുതൽ. എന്താ വെച്ചാൽ സ്റ്റുഡൻസ് അല്ലേ, എങ്കിൽ ബഹ്റൈൻ, സൗദി, ദുബായ് ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഇന്ത്യൻ ഫുഡ് ശീലാക്കി ലാസ്റ്റ് അവിടെ നിന്ന് മാനേജറൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ഒരു കുക്കായിട്ട്, അസിസ്റ്റന്റ് കുക്കായിട്ട് ജോലി കിട്ടി. അതിൽ നിന്നുകൊണ്ട് അങ്ങനെ കയറി ചെഫ് വരെ ആയി. പക്ഷെ നമ്മുടെ തലയിലെത്ത് പ്രകാരം എന്താ പറയുക, തലയിലെത്തിൻ്റെ കുഴപ്പമെന്ന് വിചാരിക്കാൻ നമുക്ക് കാര്യങ്ങളൊന്നും വേണ്ടത്ര വിജയിച്ചില്ല.
അപ്പോൾ പിന്നെ നാട്ടിൽ സെറ്റായി. പിന്നെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ മാള് പറയാം ഇനി നിങ്ങൾ പോവണ്ട, ഈ കുറഞ്ഞ ശമ്പളത്തിന് വെറുതെ നമ്മൾ ലൈഫ് കളയണം, അതിനാണ്ട് ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ തിരക്കടില്ല. ശമ്പളത്തിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, പോണ്ടാന്ന് അടച്ചു പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞേ? ഞാൻ നിക്കൂല. ഞാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് അങ്ങനെ ഇട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ശമ്പളം ഇല്ലെങ്കിലും വേണ്ടിയില്ല, എന്താ പറയാ, റോഡ് സൈഡിൽ കഴിയാൻ വേണ്ടി നമ്മളെ കൂടെ ഒരാളുള്ളത്, അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നിന്റെ അഭിപ്രായമുള്ള കുറെ ആൾക്കാരുണ്ടാവട്ടെ, കുറെ സ്ത്രീകളുണ്ടാവും. എന്താ ജീവിതം പൈസ വരും പോവാണ്ടാവും, നമ്മളെ ജീവിതം പിന്നെ കിട്ടൂല. എപ്പോഴും ചിന്തിക്കണം, അള്ളാനോട് എപ്പോഴും പറയാം കൂടുതൽ പൈസ ഞങ്ങളെ പരീക്ഷിക്കല്ല, അള്ളാനെ എപ്പോഴും ദോരക്കണാണ്. കടമില്ലാതെ ഒരാളെ ബാധ്യത ഇല്ലാതെ ഈമാനോട് മൗത്താക്കണേന്ന്. കൂടുതൽ പൈസ തന്നെ പണക്കാരാക്കിക്കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല, അള്ളാഹ് ഒരുപാട് പണക്കാരെ നമ്മള് കണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഒരു ബേജാറില്ല. ആകളുടെ ബേജാർ എന്താ അറിയോ? കടം വീടാതെ മരിക്കുമെന്നല്ല. കാരണം നമുക്ക് കടം മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് നമ്മളെ ആധാരത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വലിയ കടങ്ങളൊന്നും ഇല്ല. അൽഹംദുലില്ലാഹ് ഹൈറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാളെ ഒരു പരിപാടി ഉണ്ട്, എല്ലാവർക്കും പരിപാടി ഉണ്ട്. അപ്പോൾ നാളെ അങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. പിന്നെ മഴയൊക്കെ പറ്റ ഒഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പഴയ വൈകുന്നേരം ആയ നല്ല മഴക്കാരുണ്ട്. അല്ല, ആ ഒരു കറുത്ത ക്ലൈമറ്റ് ഒക്കെ പോയി. ഒരു ഇട്ട് മൂടലും ഒരു വർഷക്കാലത്തെ ലുക്കൊക്കെ വന്നിരുന്നു. ഇന്ന് പകലൊക്കെ നല്ല വെയിലും നല്ല ചൂടായിന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ബാക്കി ഇപ്പോൾ ദോശ ബീഫ് ഫ്രൈ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ആ മോന് ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടുവന്ന ആ മഞ്ഞ വത്തക്കേനൊന്ന് നോക്കട്ടെ. കണ്ട പച്ചയാണ്, അതെ നോക്കട്ടെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യും. മാളും ഇതൊക്കെ റെഡി ആക്കുമ്പോൾ ജ്യൂസ് കലക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പോകും. ഞങ്ങൾ രണ്ടാളല്ലേ എടുക്കാനുള്ളൂ, ഇവിടെ വേറെ പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പം ഇവൾക്ക് ഞാൻ എനിക്ക് ഓളുള്ളൂ. അപ്പം രണ്ടാം കൂടി ഇങ്ങനെ അല്ല കുയ്യാലോടത്ത് നാത്തുമാരുണ്ടാവും, പെങ്ങന്മാരുണ്ടാവും. ഒറ്റയ്ക്കുള്ള വീട്ടിലെ കാര്യമാണ് ഞാൻ പറയണേ. അപ്പം നമ്മളെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറയണേ. അപ്പൊ ഏതായാലും തട്ടുത്തരം പറയല്ലോ, വെറുതെ തമാശ പറഞ്ഞാട്ടാ. അഞ്ഞതീര് പറയുന്നത് ഭർത്താവിനെ തട്ടുത്തരം പറയണേ, ഇടയേരി സംസാരിക്കണം അങ്ങനെ പറയില്ലേ. ഞങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ ആളെ മുന്നിൽ ഇങ്ങനെ ആവില്ല, നമ്മള് ഒറ്റക്കാവുമ്പോ ഇങ്ങനെയാണ്. അതെ. അപ്പോൾ അങ്ങനെ വേണം. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അല്ല നമ്മൾ ഒരാൾ ചില വീടുകളിൽ ഭർത്താക്കന്മാർ പേടിച്ച് മിണ്ടാതടക്കുക, ഓരോ സംസാരിക്കാൻ പേടി, മിണ്ടാൻ പേടി, അങ്ങനെ പാടില്ല. ഫുൾ സോഷ്യൽ. നമ്മളെ ഭാര്യ എന്ന് വെച്ചാൽ നമ്മളെ എല്ലാം അറിയും. അപ്പൊ മോന് ഒരുപാട് ദിവസങ്ങളായി നോമ്പ് ആഗ്രഹിച്ച ആ മഞ്ഞ ബത്തക്ക മുറിച്ചു നോക്കട്ടെ. ഇനി കഷ്ടകാലത്തിന് നമ്മള് പിന്നെ എന്താണ് വന്ന് അവിടുന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം കളറെങ്ങാനും ചുവപ്പാണെങ്കിൽ ഇന്ന് എന്റെ കാര്യം പോക്കാണ്. ഇല്ല മോനോ? അങ്ങനെ ഉണ്ടാ? കുഴപ്പമില്ല, നല്ല മൂപ്പൊക്കെ ഉണ്ട് തോന്നണേ. എന്തൊക്കെയായാലും ഞാനിത് വല്ലാതെ കഴിച്ചിട്ടില്ല. അപ്പൊ മോനും ആഗ്രഹിച്ച മാതിരി മോനും ഇന്ന് മഞ്ഞ വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വലിയ ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാ ആ ചുവപ്പ് വത്തക്കനെക്കാട്ടിയും 5 രൂപ ഒരു കിലോന്മ കൂടുതലുണ്ട്. മറ്റേത് കിലോ 15 രൂപ. അല്ല, മറ്റേ കിലോ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. മറ്റേത് 15 രൂപ നമ്മൾ ചുവന്ന വത്തക്ക. ഇത് 30. ഇത് 30 രൂപ. പകുതിക്ക് ഡിഫറൻറ്റ് ഉണ്ട്. അപ്പൊ മോനോ ഓക്കെ ആയി. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. മാൻഡ്രി ജ്യൂസ് അടിക്കാൻ നിൽക്കട്ടെ. മാൻഡ്രി ജ്യൂസ് അടിക്കണേ. ബത്തൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ട് തണുത്താൽ നമുക്ക് കഴിക്കാൻ ഒന്നും കൂടി ഒരു രസം ഉണ്ടാവും അല്ലേ? അപ്പൊ ഇത് ശരിക്കും മലയാളികൾ എന്താണല്ലോ പറയാ? ഓറഞ്ചിനോ? ഇത് മുസംബിക്കോ? വേറെന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു എനിക്ക് മുമ്പേ വേറെ സ്ഥലത്ത് തന്നിട്ട് എനിക്ക് താല്പര്യമില്ലാതെ കുടിക്കാന്. അതും മുസംബി. എല്ലാം മുസംബിയാ? ഇത് മുസംബി, ഇത് മഞ്ഞ മുസംബി, മറ്റേ ഇത് ഓറഞ്ച് മുസംബി, അത് മഞ്ഞ മുസംബി. എല്ലാ ടേസ്റ്റും അടിപൊളിയാണ്. ഞാൻ പിന്നെ അതിന്റെ ദിവസം മുമ്പ് ഉമ്മാക്ക് പറ്റൂല, അതിന്റെ ദിവസം ഒരു ദിവസം വാങ്ങി കൊടുത്ത അടിപൊളിയായിരുന്നു. അപ്പോ ഇനി അധികം സമയമൊന്നുമില്ലല്ലേ? അപ്പൊ ഇന്ന് ഫ്രിഡ്ജില് ഐസ് വാട്ടർ വെച്ചിട്ടില്ല. അപ്പൊ മോനോ ഫൈസലിന്റെ വീട്ടിൽ പോയിക്കണേ അല്ലേ? നമ്മളെ പഴയ പണ്ടത്തെ കാലത്ത് ഐസും വെള്ളത്തിന് പോയിന്നില്ലേ, അതേപോലെ ഇന്ന് മോനു ഫൈസലിന്റെ വീട് നമ്മളെ അയൽവാസി നമ്മളെ ആടിക്കോ ഊഞ്ഞാലിന്, അതാണ് മൂപ്പരെ അദ്ദേഹത്തിന്റെ
ആ ആടിക്ക ഊഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിന്റെ അടിപൊളി ഊഞ്ഞാലുകളാണ്. അപ്പൊ 30 പരം ഊഞ്ഞാലുകൾ, 30 പരം ഊഞ്ഞാലുകള്, ചെറിയ പൈസ മുതൽ വലിയ പൈസ വരെ നല്ല അടിപൊളി എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ്. പുതിയ വീടൊക്കെ വെക്കുമ്പോ പണ്ടൊക്കെ നല്ല അടിപൊളി എന്താ പറയാ ട്രെൻഡിങ് ആയ സൂപ്പർ അടിപൊളി ഇതുണ്ട് ഊഞ്ഞാലുകള്. അത് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. പേരെന്താ വെച്ചാൽ ആടിക്കോ ഊഞ്ഞാല്. ആടിക്കോ ഊഞ്ഞാല് പേരെന്നെ ആടിക്കോ ആടി ഉല്ലസിച്ചോന്നല്ലേ. അപ്പൊ അവിടുത്തെ ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജാണ്. ഇങ്ങനെ ഞാൻ സ്വിച്ച് നെക്കി ഐസ് അങ്ങോട്ടുള്ള ചാടും. അപ്പൊ ഇന്നലെ അത്താഴത്തിന്റെ സമയത്ത് വെള്ളം എടുത്തിട്ട് പിന്നെ വെള്ളം വെക്കാൻ മറന്നുപോയി. അപ്പൊ കുറച്ച് മുമ്പേ വെള്ളം വെച്ചില്ല. അപ്പൊ അത് തണുപ്പ് മതിയാവലാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവൻ പോയിട്ടുണ്ട്. അപ്പൊ ഇനി ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇതാകുമ്പോ നല്ല തണുത്ത വെള്ളത്തിലാകുമ്പോ നല്ല ഒന്നും കൂടി നല്ല അടിപൊളിയായിരിക്കും. അപ്പോ ഇന്നത്തെ മാളു സ്പെഷ്യലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണേ. ലാസ്റ്റ് മാവ് ചോറ് കട്ടിയിലാണ് അത് കട്ടിയിലാണ് ആണ്ട് തീരട്ടെ. ആ മാവ് കുറച്ച് പിന്നെ ചൂടാൻ നിക്കണ്ടേ. പണ്ട് ആരോ പറഞ്ഞ മാതിരി ഞാൻ നിന്നു കട്ടിയിലാകുമ്പോ തോനെ കിട്ടുമല്ലോ. ഞാൻ നിന്നു. അപ്പോ ബീഫ് ഇതാവി പറക്കുന്ന ബീഫ് കുറച്ച് ഗ്രേവി കണ്ട് ഇതിന്റെ പേര് ഫ്രൈ എന്നൂടാ ഗ്രേവിന്നൂടാ. ഗ്രേവിന്ന് മതിയാ പടച്ചോനെ. സൈക്കിള് പെടുത്താനും ചിന്നി പിന്നെ കഴിച്ചോണ്ടിരിക്കും. അതെ. അപ്പൊ കേസ് നിങ്ങൾ കേട്ടില്ല, മോനും സൈക്കിള് വാങ്ങിക്കൊടുത്തല്ലേ നമ്മള്. അപ്പൊ അതിന്റെ സൈക്കിളിന്റെ ആഗ്രഹം കൊണ്ട് അയൽവാസിയുടെ വീട്ടിക്ക് ഒരു ജഗ് എടുത്തിട്ട് ഐസിന് പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്തിക്കണേ, ഐസും സൈക്കിളും കൂടി കൊണ്ടുവരാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്താ ആ ഐസിന്റെ ജഗ് അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് സൈക്കിൾ കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും നടന്നു പോയിട്ട് ഇപ്പൊ ഐസിന്റെ ജഗ് ഭയങ്കര ക്ഷീണുണ്ട്. എങ്ങനെ ക്ഷീണില്ല ഈ സൈക്കിളായിട്ട് വേഗത്തിൽ അറിയണില്ല സൈക്കിൾ ഓട്ടിട്ടാണ് ക്ഷീണം എന്നുള്ളത്. എനിക്ക് എന്താന്നറിയാം ഇന്ന് ഭയങ്കര ക്ഷീണം. ഈ വലിയ കേറ്റൊക്കെ നമ്മളെ വീടിന്റെ താഴത്ത് അവിടൊക്കെ കേറ്റ്. കാരണം ഇതിന്റെ ആ ഒരു അതിന്റെ വിടണ്ടേ. പിന്നെ ദോശ ഫുള്ളായിട്ട് ഇവിടെ ചുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പശുള്ള പൊടിയായിട്ട് ഒരു സുഖമില്ല. ഇത് നമ്മളെ കിറ്റിൽ വന്നതല്ലേ. നമ്മളെ പൊൻകാസിന്റെ സുഖം കിട്ടൂല. കിറ്റിൽ വന്ന സൂപ്പർ ഒന്നാം നമ്പറാണ്. ഞങ്ങള് ഒരു 10-15 കൊല്ലായില്ലേ. അതെ, ഒരു 10-20 രൂപ കൂടിയാലും നല്ലതാണ്. സുൽത്താന് വേറെന്തോ അവരുടെ പേര് അവർക്കൊരു ചെയ്യണം. അല്ലല്ല നല്ല പൊടിയാണ്, കുഴപ്പമില്ല. 10 രൂപ എല്ലിനും ഓക്കെയാണ്. ദോശക്കും മെയിനായിട്ട് എന്താ പറയുക, മെയിനായിട്ട് നമ്മുടെ ഈ പൊങ്കാസ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടും. നമ്മള് ഒരേ സംഭവം ഒരേപോലെ എത്തിയാ. അപ്പൊ അതുകൊണ്ടാണല്ല. അപ്പൊ ഐസായിട്ട് വന്നിട്ടുണ്ട് ആള്. ഇത് നമ്മളെ പഴയ ഓർമ്മകളായിട്ട് മോനും. അല്ല, സൈക്കിളായിട്ടാ പോയത് ഐസിന്. എന്നിട്ടോ സൈക്കിൾ കൂടി കൊണ്ടുവരാൻ പറ്റാതാ എന്നിട്ട് പറയും. എന്നിട്ട് ഇത് സൈക്കിൾ പിന്നെ കൊടുത്തു വെച്ചില്ല. എന്നിട്ട് വീണ്ടും പോയി ഐസായിട്ട് വരല്ലേ. നല്ല കുട്ടിയാണ്. പൂതിയുണ്ടല്ലേ പോലോ. പണ്ട് തൂക്കപാത്രത്തിലേ ഐസ് എവിടേക്ക് ഐസിന് ശരിക്കും പോയിന്ന്. ഞാൻ തെറ്റുകാരോട് പോയിന്ന്, അവരെ ഇനീഷ്യലാണ്. 3 വരി പോയി. തെറ്റിക്കാരൻ അവരെ ഇനീഷ്യലാട്ടാ. തെറ്റിക്കാര് അബോക്ക പിന്നെ എല്ലാവർക്കും അതാ പറിച്ചത്. പിന്നെ പള്ളിയേൽക്കും ബാട്ടിടക്കും 4 മാറി പോകും. അപ്പൊ ഞങ്ങളൊക്കെ അതേമാതിരി ഐസിന് പോയി തിരിച്ചു വരുമ്പോ ഇങ്ങനെ കേൾക്കാം ആ നരകളങ്ങനെ കലക്കണ ഒച്ച. അതുപോലെ കരിക്കഞ്ഞിനൊക്കെ ഒരു മണം. അതേമാതിരി ബീഫ് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്ന കൊറ്റമ്പാലിയുടെ മണം. ബീഫല്ലേ. അതെ. ഇപ്പത്തെ ചിക്കൻ എന്റെ പൊന്നെ, ആ ഓർമ്മകളൊന്നും മറക്കാൻ പറ്റൂല. ഇപ്പൊ അതേ സമയം ഇപ്പൊ മന്തിയും കുഴിമന്തിയും വേറെയുള്ള മന്തിന്റെയും കാലായി മാറി. നോമ്പുതൊക്കെ ഞങ്ങള് നോമ്പെന്നാരെ മന്തി ഒന്നും തിന്നില്ല. അതെ, പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ജ്യൂസ് ഇപ്പൊ ഉണ്ടാക്കണ്ട, ജ്യൂസ് അടിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഈ ഐറ്റംസുകളൊക്കെ അപ്പൊ ഇനി ചായ വെക്കണം. ഇതൊക്കെ റെഡി ആയി ഞമ്മടെ കൊണ്ടാക്കാം അല്ലേ. ഓക്കെ. അപ്പൊ ബാങ്ക് കൊടുക്കാൻ ഇനി അധികം സമയമൊന്നും കിട്ടും, മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ജ്യൂസ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദോശ, ബീഫ് ഫ്രൈ, ബീഫ് മസാലയാണ് കേട്ടോ. അപ്പോൾ യെല്ലോ മഞ്ഞ കളറ് ബത്തക്ക, പിന്നെ ഇത് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മാളു അതുപോലെ കുട്ടിമോനൊക്കെ എങ്ങനെ ഒന്ന് ബാങ്ക് കൊടുത്തിട്ട് ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കണ്ടിട്ടോ. എല്ലാരും ആലോചിച്ചിരിക്കണേ. തീരെ വിശ്വാസം അതെ, നിങ്ങൾ എന്തോ തട്ടി വന്നിക്കണേ.
ഇവിടെ ഞാൻ ഇവിടെ ഒരു പോയിട്ടില്ലല്ലോ. ക്ഷീണമില്ലേ? തട്ടണ ഇവിടുന്ന് പോണ്ടേ? അല്ല ഈ കാണാൻ ബെജാറിനവിടെ എടുക്കുന്ന ആളാണ്. നിങ്ങളിപ്പോ നേരത്തെ പൊന്നൂനെ കളിക്കുന്നത് അപ്പുണ്ണിയാര ഹോട്ടലോ? ഞാന് ഈ വീട്ടിൽ നിന്ന് പോയി ഒന്ന് ഞാനും ജൂ കൂടിയാണ്, ഒന്ന് ഞാനും പൊന്നും കൂടിയാണ്. വേറെ ഞാൻ പുറത്ത് പോയിട്ടില്ലല്ലോ. പൊന്നിനോട് ചോദിച്ചു നോക്കട്ടെ. പൊന്നോ ഇടോക്ക് ഈ ഇപ്പൊ എന്റെ മോന്നപ്പോ എന്താ ജ്യൂസ് ആയിട്ട് കുടിച്ചാ? ആര് ജ്യൂസ് കുടിച്ച്? ഞാൻ ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞേ. അതുപോലെ നല്ല മനസ്സ് ഈമാൻ ഇതൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് നോമ്പൊന്നും ഏറ്റ് കിട്ടൂല. അതുകൊണ്ടല്ല, ഒരു ദിക്കറ് മാത്രമുള്ള ഈമാൻ എന്ന് പറഞ്ഞത് പല കോലത്തിലുണ്ട്. അത് പഠിച്ചവന്റെ അടുത്തുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അനക്ക് ചെയ്യണം എന്താ വെച്ചാല് നമ്മൾ എന്നില്ല എന്ന് വെയില് കൊണ്ട് ബൈക്കുമ്പോ വന്നാണ്. ഞാൻ സ്ഥിരം ബൈക്കുമ്പോ പോണ ആളാണ്, എനിക്ക് പ്രശ്നമില്ല. ഉണ്ടാ എത്ര നോമ്പെടുത്ത് ചോദിക്കട്ടെ എന്നാ ഒരെ പകുതി എടുത്തിന്നാ ഒന്നിന്റെ അത് എന്നെടുത്ത് പകുതി. അതായത് രാവിലെ ഇതൊക്കെ രാവിലെ അത്തായം തിന്നിട്ട് കൊറേ പ്രാവശ്യം നോറ്റി നടന്നുകൊണ്ട് മുറിച്ചതില്ലേ, അപ്പൊ പകുതി എടുത്തുക്കണല്ലോ. അങ്ങനെ എത്ര എടുത്തുക്കണേ? എന്നാലും ഏകദേശം എത്ര എണ്ണം എടുത്തിട്ടുണ്ടാവും? അങ്ങനെ 2 അങ്ങനെ എടുത്തുക്കണാ? അപ്പൊ നല്ല കുട്ടിയാണല്ലോ, 2 നോമ്പ് നോറ്റിയില്ലേ പകുതിയെങ്കിലും വെച്ചിട്ട്. പൊന്നോ പൊന്നോ ഇജ് അങ്ങനെ 2 ദിവസം അങ്ങനെ എടുത്തുക്കണില്ലേ? ഒന്ന് ഒരര എടുത്ത് ഇവള് 2 അര എടുത്ത്. അപ്പൊ 2 കൂടി കൂട്ടിയ 1 ആയില്ലേ? അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കേണ്ടത്. ബാങ്ക് കൊടുക്കണ്ടേട്ടാ. അപ്പൊ കസാരകളൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ ബാങ്ക് കൊടുക്കണ്ട്, നോമ്പ് തുറക്കാൻ പോവാണ്. മഞ്ഞബത്തക്കോ എന്താ ഒരാൾക്ക് വയറുവേദന. അതെ, മഞ്ഞബത്തക്ക് മഞ്ഞ ജ്യൂസ് വേണ്ടാ ഇതണ്ടിങ്ങള്. അപ്പൊ മാഷാ അല്ലാ നോമ്പ് തുറക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ നോമ്പ് 18 അൽഹംദുലില്ലാ. എല്ലാ 30 നോമ്പും അതുപോലെ തന്നെ പരമാവധി 30 നോമ്പ് കിട്ടിയിട്ട് അത് പൂർത്തിയാക്കാനുള്ള ആഫിയത്ത്, അതിനുള്ള ആരോഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. മഞ്ഞവത്തക്കാന്ന് പറഞ്ഞാൽ പൈസ കൂടുതലാണ്ട് കാര്യം അതിനുള്ള മുതൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം. വേറെ എന്തോ ഒരു പഴം കഴിക്കുമ്പോൾ വത്തക്കയാണ് എന്നാലും കൂടിയിട്ട് ഇഷ്ടായില്ല? കുഞ്ഞോ സൂപ്പർ അല്ലേ? മോളും ജ്യൂസ് ജ്യൂസ് ഉണ്ടോ? അത് 2ാമത്തെ പള്ളി. ഇവിടെ എന്നാല് ഒരു പള്ളിയില്ല, ഒരു 10-15 പള്ളിക്കുന്ന വാങ്ങിയേക്കാം. ഒരുപാട് പള്ളിക്കുന്നത് എന്താ വെച്ചാൽ നമ്മള് ഹൈറ്റുള്ള സ്ഥലമാണ്. ഒരു ബാങ്ക് കൊടുത്താലും 2 ബാങ്ക് കൊടുത്താലും 3 കൊടുത്താലും ബാങ്ക് കൊടുക്കല് കഴിയൂല. ചെറുശാലം പള്ളിക്കത്തും പാറമ്പത്തും കൂട്ടും എല്ലായിടത്തും മുഴുവൻ ബാങ്ക് കേൾക്കും. അപ്പൊ എന്താ വെച്ചാൽ ആദ്യം പള്ളിക്കുന്ന ബാങ്ക് കൊടുക്കണ അവിടുന്ന് നോമ്പറക്കാം. പക്ഷെ സുബിക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോ കൊടുത്തത് ആറ്റി ഞാൻ ചോറ് മുഴുവൻ തിന്നട്ടെ, ഈ പള്ളി കൂട്ടൂല ആ പള്ളി. അതാണ് അവസ്ഥ അല്ല കുഞ്ഞോ? അപ്പൊ ഞാൻ സ്വസ്ഥായിട്ട് നിന്ന് കഴിക്കട്ടെട്ടാ പേരട്ടാ. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കട്ട്ലേറ്റ് ഒന്നിട്ട് കുറേ ദിവസത്തേക്ക് ഇപ്പൊ അടുത്ത് തിന്നിട്ടില്ല. നോമ്പായാലും തീരെയും കഴിച്ചിട്ടില്ല. മോനൊക്കെ നല്ല ആഗ്രഹമാണ് കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ഓരൊക്കെ എന്നെ പിടിച്ചു എനിക്കൊന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തുകൂടെ? ഞാനേ മാവ് ഉണ്ടായിക്കോട്ടെ ചെറിയ ഒരു അമ്പെടുത്ത് നോക്കി, പക്ഷെ ഫലിച്ചില്ല. എന്താ ഞങ്ങൾക്ക് സുഖമില്ല. ബൈക്ക് യാത്ര ചെയ്തിട്ട് പറ്റ ടയർഡ്. അപ്പൊ ഞാന് നമുക്ക് നേർച്ചയിന്ന് കിട്ടിയ ചോറിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ കഴുകി എടുത്തുകൊണ്ട് ഞാൻ മകളിനോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാറല്ലേ? അപ്പോൾ ഉണ്ടാക്കാലോ. എന്നിട്ട് ഞാൻ കഴുകിയുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. പക്ഷെ ആ കോലം കണ്ട നമുക്ക് പറയാൻ തോന്നൂല, അത്രയും ടയേർഡ്. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് കടയിൽ നിന്ന് പോയി വാങ്ങിയാണ്ട് കുട്ടിയെ കൊടുക്കാം അല്ലേ? കാരണം ആവുന്ന സമയത്ത് നല്ല ഉണ്ടാക്കി. ഞങ്ങള് കഴിഞ്ഞ നോമ്പിന് മുമ്പ് ഞങ്ങള് കഴിഞ്ഞ മുമ്പത്തെ നോമ്പിനെ ഞങ്ങൾ നിർത്താൻ പറിച്ചിരുന്നു ഉണ്ടാക്കിയത് സ്നാക്സ് ഉണ്ടാക്കിയത് സ്ഥിരം ഉണ്ടാക്കും.
ഇഷ്ടംപോലെ ഉണ്ടാക്കിയിരുന്നു. പല മോഡലും പ്രായം കൂടി വരണ്ടടാ. പ്രായം കൂടിയിട്ടൊന്നുമില്ല. ആരല്ല കളിയാക്കണേന് അതിലുണ്ട്. ഞാൻ വേണ്ട ചേച്ചി. കാണോ സൂപ്പർ കട്ട്ലറ്റ് ആട്ടാ. അതുകൊണ്ട് എന്താ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ കളിയൊന്നുമില്ല, ഞാൻ നിസ്കരിച്ചിട്ടൊന്നും ഇപ്പൊ കളിയുണ്ടോ? പക്ഷെ ഇത് പറഞ്ഞാല് നമ്മുടെ കളി തന്നെ ഫലമാണ്. നോക്കണ്ടാ ഇപ്പൊ ബാറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എനിക്കും തോന്നുന്നത്. പക്ഷെ എനിക്ക് ലോഡിങ് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇരുന്നാണ് അപ്പൊ ഇങ്ങനെ പക്ഷെ എനിക്ക് എംസാന്റെ കയറ്റാൻ ലോഡിങ്ങിന് പോകണ്ടേ. ഞങ്ങളെ പ്രശ്നമുണ്ടേ. ഇന്ന് സോഡ കൊണ്ടുവല്ലോ. സോഡ ഫ്രിഡ്ജിൽ ഇട്ടാ. നാരങ്ങ സോഡ ഇതില്ല സോഡ. ആ പറഞ്ഞോ സോഡ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. എന്നും ഓരോട് എംസാൻ ഇങ്ങനെ കിട്ടുകൊണ്ട് ചെലവ് ഇങ്ങനെ കഴിഞ്ഞു പോകും അല്ലേ? മറ്റേ നോമ്പിന് തീരെ പണി ഉണ്ടാവില്ല. അപ്പൊ ഓരോട് 2 രൂപ അങ്ങനെ കിട്ടും. നമ്മളെ ചെലവ് കഴിഞ്ഞു. ഇന്ന് രാവിലെ 2 രൂപ എടുത്ത് ഇപ്പൊ രാത്രി 5 രൂപ ഉണ്ട്. പിന്നെ നാളെ രാവിലെ ചിലപ്പോൾ ഞാൻ പോകും, അല്ലെങ്കിൽ മുനിയർ പോകും. നമുക്ക് എന്താണ് കിംഫ്ര മണൽ പ്ലാന്റ് ഉണ്ട് നമ്മളെ കുറ്റിപ്പുറം, വളാഞ്ചേരി കുറ്റിപ്പുറം. അവിടെ പോയി മണലെടുക്കാണ്ട്. അത് സർക്കാർ അംഗീകൃത സ്ഥാപനമാണ്. അപ്പൊ അവിടുന്ന് മണലെടുക്കാണ്ട്. പിന്നെ എന്താണ് നമ്മൾ നോമ്പിന് ചെലവ് പറയണം. നോമ്പിന് വൈകുന്നേരം എന്തെല്ലാം സാധനം വാങ്ങണം. പത്തക്ക വാങ്ങണം അല്ലേ? ജ്യൂസ് എടുക്കാണ്ട് ഇറച്ചി വാങ്ങണം. പതുക്കെ പറയണോ? നല്ല പൈസ ആവും. അതിന് ദിവസം ഓരോ ലോഡെങ്കിലും ഇല്ലാഞ്ഞാല് പിന്നെ കൊയങ്ങും. പതുക്കെ പറയണ പടം. പൈസ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ പെര ഇരുന്നോളുണ്ട്. ഒരു പിന്നെ കുഴപ്പമില്ല. പതുക്കെ പറയണ പടപ്പേ. ഇനിയിപ്പോ മക്കളെ ഡ്രസ്സ് എടുക്കാണ്ട് അങ്ങനൊക്കെ പൈസ ഒരു കൂടി വന്നിട്ടാണോ അല്ലേ? എന്റെ ഉമ്മാന്റെ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മാന്റെ 1-2 കൂട്ടുകാരികളുണ്ടായിരുന്നു. അതായത് മക്കിയാത്ത എന്ന് പറയും, അതുപോലെ നമ്മൾ ചീരുവാടത്തി എന്ന് പറയും. ഇവരൊക്കെ ഒന്നിച്ച് മുറുക്കാനൊക്കെ തിന്നുകാൻ ഒരു ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെ വീടിന്റെ പഴയ ഓല വീടിന്റെ മുറ്റത്ത് മുറുക്കാനൊക്കെ തിന്ന് ഇവരിങ്ങനെ സംസാരിക്കും. അപ്പൊ ഇവര് കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോ ഇവര് തമ്മിൽ പറയുമ്പോ ഇവര് പെട്ടെന്ന് പറയും, എന്തെങ്കിലും ഒരാളെ വിഷയം പറയുമ്പോ പറയും, പതുക്കെ പറയണ പടപ്പേ അതുള്ളതേനല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഇതിപ്പോ എന്താ. പിന്നെ നമ്മൾ ഈ സമയം ഈ സ്റ്റേജിലേക്ക് എത്തിയപ്പോ മനസ്സിലായത് ഈ പതുക്കെ പറയണ പടപ്പേ അതുള്ളതേനല്ലേ. അപ്പൊ എന്താണ് സംഭവം? ഇത് വലിയ വിഷയം. ഇതിനെ ഉച്ചത്തിൽ പറയും, ഇവിടെ ഓടിട്ടി പറയും, ഇവിടെ ഉല്ലസിച്ച് പറയും. അങ്ങനത്തെ സംഭവമാണ്. പതുക്കെ പറയണ പടപ്പേ അതുള്ളതേനല്ലേ. പതുക്കെ പറയണോ ഉറക്കെ പറയും. ആ ഭാഷ ഇങ്ങനെ ഓർമ്മ പറഞ്ഞാട്ടാ. ഈ ഭാഷ ആരെങ്കിലൊക്കെ ഉപയോഗിക്കാൻ അറിയില്ല. ഈ ഭാവ പ്രായം കൂടുന്നവരും ഇമ്മാന്റെ സംസാരമായി വരുന്നുണ്ട്. ഫുള്ള് ഇമ്മാന്റെ സ്റ്റൈലിലുള്ള സംസാരമാണ് ഇതൊക്കെ. അങ്ങനെയാണോ വേണ്ടത്? ഞങ്ങളെ ജഗ് ഉണ്ട്, മിക്സി കേട്ടാ. ജഗ്ഗിന് പകരം ഞങ്ങളെ വലിയ ജഗ് പൊട്ടിക്കണം. അപ്പൊ എന്താ ചെയ്യാ, ഇത് മിക്സി ജഗ് ആക്കി. ഇത് ജ്യൂസ് അടിച്ചാൽ മാത്രമുള്ള മിക്സിയാണ്. ജ്യൂസ് അടിക്കല് വഴി ഇതിലുള്ള പൊടി ഇറക്കും. പൊടി ഇറക്കാനുള്ള ഇതിൽ ജ്യൂസ് കൊടുത്തു. ഇതില് തോനെ കൊള്ളടാ. അപ്പൊ ഞങ്ങൾ എന്നാ ഏതായാലും നിസ്കരിച്ചിട്ട് വരാം കേട്ടാ അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ഞങ്ങളെ ചായയുടെ നോമ്പറക്കൽ കഴിഞ്ഞ് ഞങ്ങള് നിസ്കരിക്കാൻ പോവാണ്. ബാബ നിസ്കാരം കഴിഞ്ഞ് എംസാന്റ് കയറ്റാൻ പോവാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേ. അപ്പൊ നിങ്ങളെ നോമ്പിന്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിയിക്കണില്ല, ഒക്കെ അറിയിക്കും. പിന്നെ എന്താണ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്താ പറയാ, ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ പൂർണ്ണ സപ്പോർട്ടോടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരോടും നന്ദി. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബൈ ബൈ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ. ഓക്കെ.